ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോഴേ തൃത്താല പഞ്ചായത്തിൽപ്പെട്ട കോടനാട് തിരുത്തിലുള്ള ഇവിടെ പുളിയപ്പറ്റക്കായലാണ് കേട്ടോ. ഇവിടെ ഗംഭീര ഒരു ടീം വന്നിട്ടുണ്ട്, താറാവുകാരാണ്. ഇതിലിപ്പോൾ നമുക്ക് പ്രത്യേകത തോന്നിയത് ഇവരുണ്ടാക്കിയ വലിയ ടെൻ്റാണ് കേട്ടോ. സാധാരണയായിട്ട് താറാവുകാർ ടെൻ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് വെറുതെ ഒരു ഷീറ്റൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇതാണെങ്കിൽ നല്ല അടിപൊളി ഒക്കെ കമ്പിയൊക്കെ വെച്ച് തറച്ച് നാട്ടി ഗംഭീര ടെൻറ്റ്. നമുക്ക് എന്തായാലും ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നുള്ളത്. ഇതേപോലെ താറാവിനെ ആക്കി വെക്കാനുള്ള കൂടാണ്. ഇതാ ടെൻറ്റിൻ്റെ എൻട്രൻസ് ഇങ്ങനെ വന്നു. ടെൻറ്റിൻ്റെ ഉള്ളിൽ ആളുണ്ട് കേട്ടോ. നമ്മുടെ താറാവുകാരൻ ചേട്ടനുണ്ട്. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്താ ചേട്ടൻ്റെ പേര്? കമലഹാസനൻ. എവിടെ സ്ഥലം? കോട്ടയം ബൈക്കത്താണ്. അടിപൊളി. തലവലപ്പറമ്പ്. ഓക്കെ ഓക്കെ. കടുത്തുരുത്തിക്ക് അടുത്താണ്. ഓക്കെ. ചേട്ടൻ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി ഇവിടെ ക്യാമ്പ്? ഓക്കെ. നമ്മുടെ താറാവിൻ്റെ ടെൻറ്റ് കണ്ടോ, ഒരു ഡ്രസ്സൊക്കെ ഇവിടെ സൈഡിലേക്ക് തൂക്കിയിട്ടിരിക്കണം. താറാവിൻ്റെ മുട്ട ശേഖരിക്കാനുള്ള ബോക്സുകളാണ്. 2 പേർക്കുള്ള കട്ടിലുണ്ട്. എത്ര പേരുണ്ട് ചേട്ടാ അവിടെ? 2 പേരിന്. ചേട്ടൻ ഫുഡ് കഴിക്കണം. ഇത് പുറത്ത് പോയി വാങ്ങിച്ചിട്ടൊന്നും ഇവിടെ തന്നെ ഉണ്ടാക്കിയോ? വാങ്ങിച്ചോ. പിന്നെ കഞ്ഞി എന്തൊക്കെ വെക്കും ഇവിടെ? സ്റ്റൗവൊക്കെ ഉണ്ടല്ലോ. സ്റ്റൗവ്. ആ, അപ്പോൾ എന്താ ഉണ്ടാക്കുക? രാവിലത്തെ ചോറുണ്ടാക്കും? ഉച്ചയ്ക്ക് ചോറ്, രാത്രിക്കുള്ളത് കൂടി ഇവിടെ ഉണ്ടാക്കും. രാവിലെ പോയി വാങ്ങിക്കും. എന്താ രാവിലെ പുട്ട്, മുട്ട പൊഴിക്കുന്നത്. താറാവ് മുട്ട തന്നെ പുഴുങ്ങിയത്. താറാവ് കിട്ടുമല്ലോ നമുക്ക്. അടിപൊളി. ഓക്കെ. ഇപ്പൊ ചോറായോ? എന്താ ഞാൻ ഇപ്പൊ എപ്പോ വെച്ചു? ഇന്നലെ വെച്ച് എന്ന് എടുക്കോ? ഉച്ചക്കുള്ള കിട്ടും. ഉച്ച കഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ചോറ് വെക്കും. അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വെച്ച് കഴിയുമ്പോൾ ചീത്തയായി വെയിലിന്റെ ചൂട് കൊണ്ടേ ഇവിടെ തണലില്ലല്ലോ. അത് കാരണം വൈകുന്നേരം നമുക്ക് രാവിലെ വെച്ച് കഴിഞ്ഞാൽ വെയിൽ തിരുന്ന് ചൂടെ പഴക്കി ചോറ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയാകും. അത് കാരണം വൈകുന്നേരം വെക്കുള്ളൂ. മുട്ടയ്ക്ക് വേണ്ടി കൊണ്ട് വളർത്തുന്നതാണ്, ഇറച്ചിക്ക് വേണ്ടി വളർത്തുന്നതല്ല. ഇത് കൊണ്ടുപോക്കോ. ഇത് ഞങ്ങളുടെ മുട്ടക്കാരൻ തിരിഞ്ഞ മുട്ട. അപ്പോൾ ചേട്ടാ നമുക്കൊരു മുട്ട കഴിച്ചു വെക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പുഴുങ്ങി വെച്ചാലേ ചേട്ടാ? ഓക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു താറാവിൻ്റെ മുട്ടയാണ്, നമ്മളൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ ഓക്കെ.